ഹായ് ഹലോ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് വീഡിയോസുകളൊക്കെ ഇപ്പോഴത്തെ വീഡിയോകളൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് റെസ്റ്റിലാണ്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഓഗസ്റ്റ് 28-ാം തീയതിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വർക്കുകളുടെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് സിനിമ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പല ഇഷ്ടങ്ങളും കണ്ണനും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ണൻ്റെ പല ഇഷ്ടങ്ങളും എനിക്കും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കങ്ങനെ യാത്രയൊന്നും അധികം ഇഷ്ടമുള്ള ആളൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ കണ്ണന് യാത്ര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ യാത്രയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്കൊക്കെ പോയി. ഇപ്പോൾ കണ്ണന് സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്യാണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടങ്ങൾ, ആൾക്ക് കളിക്കുക, അതൊക്കെയാണ് ആളുടേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങൾ. പിന്നെ ഓഗസ്റ്റ് 28 ഇന്ന് നമ്മുടെ ഹൃദയപൂർവ്വം മൂവി റിലീസാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ മൂവിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ വല്ലപ്പോഴും സിനിമ TV ഒക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ റിലീസിൻ്റെ കാര്യമൊക്കെ അറിയാം. അപ്പോൾ ഇന്നാൾ അങ്ങനെ ഏതൊരു അവാർഡ് പ്രോഗ്രാം എന്തോ കണ്ടപ്പോഴാണ് നമ്മുടെ ലാലേട്ടനൊക്കെ പറയുന്നുണ്ടായിരുന്നു 28-ന് ഇങ്ങനെ ഹൃദയപൂർവ്വം റിലീസിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാനത് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഹൃദയപൂർവ്വം കാണാൻ പോയി. നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ദിവസം. എന്നാലും എന്താ സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സിനിമ തിയേറ്ററിലൊക്കെ കണ്ണനെടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ നമ്മളറിയുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വന്ന് ചിലപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും. അറിയാത്തവരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളും കാണുന്നുണ്ടാവില്ലേ അങ്ങനെ ചിലരെയൊക്കെ. പക്ഷെ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക ഈ മോനിപ്പോൾ ഇരിക്കാവോ, സിനിമ കാണാൻ ഇരിക്കാവോ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടിപ്പടമൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം, അപ്പോൾ ഞങ്ങൾ കൂടുതലും മാപ്രാണം വർണ്ണേരിക്ക് അല്ലെങ്കിൽ പിന്നെ സുരഭി, ചാലക്കുടി സുരഭിയിലേക്കാണ് കൂടുതലും പോവുക. കാരണം ഇവിടെ രണ്ടിടത്താണെങ്കിലേ നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യം വലിയ വിഷയമില്ല. ചാലക്കുടി സുരഭിയിലാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് വയ്ക്കും. പിന്നെ മാപ്രാണം വർണ്ണയിലാണെങ്കിൽ അവിടുത്തെ ഓണർ അച്ഛൻ്റെ നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ആളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും ടിക്കറ്റ് എടുത്ത് വയ്ക്കും. വേറെ എവിടെയെങ്കിലേക്കാണ് എനിക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യലും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. സിനിമ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുക, അതുപോലെ സ്വിഗ്ഗി അങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി കഴിക്കുക, അതൊന്നും ഞാൻ ഇതുവരെ അത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കിത് അറിയുന്നതിനോട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാനപ്പോൾ ഈ 2 തിയേറ്ററിലാണ് കൂടുതലും പോകാറുള്ളത്. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ കണ്ണനൊരു ആവേശത്തിലാണ് ഇരിക്കുന്നത്. നല്ല മൂവി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് തന്നെ കണ്ടൊക്കെ ഇരിക്കാവുന്ന നല്ലൊരു മൂവി ആയിരുന്നു കേട്ടോ ഹൃദയപൂർവ്വം. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് നല്ല മഴയത്തൊക്കെയാണ് കേട്ടോ തിരിച്ചൊക്കെ ഇങ്ങോട്ട് വന്നത്. എന്തായാലും കണ്ണൻകുട്ടി കല്യാണിയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തിരക്കൊക്കെ വളരെ കുറവായിരുന്നു റിലീസിന്.